കൊണ്ടെന്ന് പറയുന്നത് മേഡം കാലിന് പൊസിഷൻ എനിക്ക് എടുത്ത് കാണിച്ചേ പോയി കിടന്നേ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഏതൊക്കെ മസിൽസ് ആണ് നിങ്ങൾ മെല്ലിരുന്ന് ഈ കാലാണ് ചവിട്ടുമ്പോൾ വേദന പറക്കും. ഇതൊന്ന് കാലിന് ഫൂട്ട് എടുക്കണേ, ഫൂട്ടും ചവിട്ടി കാണിച്ചു തന്നെ. ഞാൻ നീറ്റ് നിൽക്കാൻ നോക്കി, ഫൂട്ട് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് പൊന്തി ഈ ഭാഗത്ത്. അപ്പോൾ അതന്നെയാണ് കണ്ടീഷൻ. ഈ ലെവൽസ് ഉണ്ടല്ലേ ബാറ്റ്സിൻ്റെ സോഴ്സിങ് ഷുവറിൻ്റെ മുകളിലുണ്ട് പ്രഷർ. ഈ ഭാഗത്തേക്കല്ലേ പേരുള്ളത്, ഈ ഏരിയയ്ക്കും അല്ലേ. ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം നിൽക്കുമ്പോൾ പേരുണ്ടോ? ഈ സൈഡിൽ ഇവിടേക്ക് ബട്ടക്സിലേക്ക് പേരുണ്ടോ? ഈ ഭാഗത്തും പേരുണ്ടോ? എണീറ്റേ, ഇരുന്നേ, എണീറ്റേ. പേരുണ്ടോ ലൈജു? സ്പീഡിലും കൂടെ നോക്കാം. കാൽ നീട്ടി വെച്ച് നോക്കാം, നീട്ടി വെച്ച്. ഓക്കെ, വെരി ഗുഡ്. തിരിച്ചു വരുമോ? PSIS മെഷർമെന്റ് എടുക്കുക അറ്റ് ദ ലെവൽ ഓഫ് S2. അപ്പൊ എപ്പോഴും പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് വി ആർ മെഷറിംഗ് PSIS അറ്റ് ദ ലെവൽ ഓഫ് S2. ഓക്കെ, അതിനുശേഷം പേഷ്യന്റ് അടുത്ത് ഇപ്പൊ ഏത് സൈഡിലേക്കാണോ പേഷ്യന്റ് ഇഷ്യൂസ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ സൈഡിലെ കാല് ഫ്ലെക്സ് ചെയ്യാൻ പറയാം, കാലൊന്നും മടക്കി മുകളിലേക്ക് പൊന്തിക്കാൻ പറയാം. ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആ സമയത്ത് യൂഷ്വലി ഒരു നോർമൽ SA ജോയിന്റ് ഫംഗ്ഷനിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെച്ച ഭാഗം, അതായത് S2 ലെവലിൽ നിന്ന് ഈ PSIS താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. ക്ലിയർ? പക്ഷേ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ചോദിച്ചാൽ മിനിമലേ മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യില്ല. ഓക്കെ, ഗില്ല ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാ ചോദിച്ചാൽ SA ജോയിന്റിന്റെ ഡിസ്ഫങ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ PSIS പാൽപ്പേറ്റ് ചെയ്യുക അറ്റ് ലെവൽ ഓഫ് S2 എവിടെയാണോ പാൽപ്പേറ്റ് ചെയ്യുക, മറക്കണ്ട. അപ്പൊ S2 ലെവൽ പാൽപ്പേറ്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റ് സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ്, പേഷ്യന്റ് അടുത്ത് എന്ത് ചെയ്യുക, നീ ഫ്ലെക്സ് ചെയ്യുക, ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുക, മുകളിലേക്ക് പൊന്തിക്കാൻ പറയാം. ഞാൻ കാണിച്ചു തന്നേക്കാം. ആ സമയത്ത് എന്താ സംഭവിക്കുക, നോർമൽ ഒരു SA ജോയിന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ PSIS അറ്റ് ലെവൽ ഓഫ് S2 അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് നമുക്കത് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ലൈജു ഒന്ന് കാലിൽ മുട്ട് മടക്കോളൂ. ഓക്കെ, ഫൈൻ. താഴ്ത്തി വെച്ചേ, ഒന്നുകൂടി താഴ്ത്തി വെച്ചേ. get close to this one. Okay, മടക്കേ, താഴ്ത്തി, മടക്കേ, താഴ്ത്തി. Now you can see. So that's what happens. ഇനി ഈ സൈഡ് ഇപ്പോൾ സൈഡ് ചെയ്തേ, മതി. വെരി ഗുഡ്, സൂപ്പർ. പെയിൻ വന്ന സമയത്തെ ശ്വാസം വിടാൻ വരെ പറ്റിയിരുന്നു? ശ്വാസം പെട്ടെന്ന് വേദന വന്നതിന് ശേഷം സൈഡിക്കുണ്ട് ബെൻഡായിപ്പോയി. പിന്നെ എങ്ങനെ നീര് നോക്കാൻ പറ്റില്ല. ശരിക്കും ബെൻഡേഷൻ നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്, കാല് താഴത്ത് വെക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ട്. തരിപ്പുണ്ടായിരുന്നോ, വേദന ഉണ്ടായിരുന്നോ? വേദന ശരി. ആ സമയത്ത് ചുമയും തുമ്മലൊന്നും ഉണ്ടായില്ലല്ലോ, തന്നെ പെട്ടെന്ന് വന്നാണോ? റീസൺ എന്തായിരുന്നു? അന്ന് പനിയായിരുന്നു, പനിച്ച് തൊണ്ടവേദന ജലദോഷം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ തൊണ്ടവേദന ജലദോഷം ചുമയോ അല്ലെങ്കിൽ തുമ്മൽ എന്തെങ്കിലും ഇല്ല, ഇരുന്ന നേരത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇരുന്നാൽ എണീറ്റപ്പോഴാണ് പ്രശ്നം വന്നത്. എക്സസൈസ് വേണ്ടി ഇരുന്നതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? ഇപ്പൊ കുഴപ്പമില്ല. എത്ര ദിവസമായി വരാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാൻ എന്താ ചോദിച്ചാൽ, ഈ SA ജോയിന്റ് പാത്തോളജി വരുന്ന ആളുകൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക് പ്രലാപ്സ് വരുന്ന ആളുകൾക്കൊക്കെ തിരിച്ചറിയണം അത് SA ജോയിന്റ് ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ ഡിസ്ക് പ്രലാപ്സ് ആണോ. നമ്മൾ പണ്ടും പറയാറുണ്ടായിരുന്നു, നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു അപ്പ് ഷിഫ്റ്റ്, ഡൗൺ ഷിഫ്റ്റ്, ഇൻഫ്ലെയർ, ഔട്ട് ഫ്ലെയർ, ഈ സാക്കൽ ഡിപ്പിന്റെ പൊസിഷൻ നോക്കുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. അതുപോലെ തന്നെ SA ജോയിന്റ് ഡിസ്ഫങ്ഷൻ ഞാൻ ഇതിൽ നിങ്ങൾ പറഞ്ഞല്ലോ. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ് എന്താ ചോദിച്ചാൽ, നിയറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അധികം ഇളക്കല്ലാതെ പോവാം. നിങ്ങൾ അടുത്തുള്ള ഏതൊരു ഹോസ്പിറ്റലും ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും പോവാം. പ്രോപ്പറായ അസസ്മെന്റ് എടുക്കുക, പ്രോപ്പറായ റെസ്റ്റ് എടുക്കുക,
പ്രോപ്പറായി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് നിർത്തിയിരുന്നോ? ഇല്ല, എക്സസൈസ് 2 നേരം ചെയ്തു. നിർത്തിയില്ലല്ലോ. സോ ദാറ്റ് ഈസ് എ കീ ഫാക്ടർ. നിങ്ങൾ ഇങ്ങനെ പ്രോപ്പർ എക്സസൈസ് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. ഓക്കെ. മരുന്നോ ഇഞ്ചക്ഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ പെയിൻ ഉണ്ടോ? 100 എത്ര ശതമാനം പെയിൻ ഇല്ല? 99 ഇല്ല. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ആകെ പേടിച്ചില്ലാതായി. ഇപ്പൊ ഹാപ്പിയാണോ?